സങ്കീർത്തനങ്ങൾ 34:18 ഇങ്ങനെയൊരു വാക്യമാണ് കാണുന്നത്. അതെന്നെ ഈ ആഴ്ചകളിൽ വളരെയധികം എൻ്റെ ജീവിതത്തിൽ സംസാരിച്ചതും പഠിപ്പിച്ചതും ഒരുപാട് എന്നോട് ഇടപെട്ടതുമായിട്ടുള്ളൊരു വചനമാണ് സങ്കീർത്തനങ്ങൾ 34. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ആമേൻ. മനസ്സ് തകർന്നവരെ അവൻ കാണാതെ പോകില്ല, അവൻ രക്ഷിക്കുന്ന ദൈവം മാത്രം എൻ്റെ ദൈവം. ഒന്ന് കരമടിച്ചു ശക്തിയോടുകൂടെ ഒരുപക്ഷെ ചില റൂമേഴ്സൊക്കെ കേട്ട് കാണാം, എബിക്ക് വയ്യ, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വയ്യ. അല്ല, കഴിഞ്ഞ 12-ാം തീയതി നവംബർ മാസം 2023 നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഞായർ ആരാധനയുണ്ടായിരുന്നു. വളരെ ശക്തമായിട്ട് നമ്മളെല്ലാവരും ആരാധിച്ചു. അപ്പാന്നൊക്കെ വിളിച്ച് കരഞ്ഞൊക്കെ ദൈവത്തെ ആരാധിച്ചു, സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. നല്ലൊരു ലോങ് ഡേ ആയിരുന്നു. നല്ല സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. തൃപ്തികരമായിരുന്നു. കാരണം നന്നായി ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞു. അപ്പോൾ വൈകിട്ട് തിരുമല ചർച്ചിൽ പ്രെയർ ഉണ്ടായിരുന്നു. അവിടെ അത് കഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബോർഡ് മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് ഇവിടെ ഉണ്ട്. ഏകദേശം 9-10 മണി ആകാറായെന്ന് തോന്നുന്നു. ശരീരം മൊത്തം വളരെ വേദനയായിരുന്നു, വളരെ വേദന. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ വേദനകളും അങ്ങനെ പ്രയാസങ്ങളൊന്നും ഒരുപാട് അങ്ങനെ പ്രകടിപ്പിക്കുന്ന വ്യക്തിയല്ല, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും വളരെ ശരീരവേദനയോടുകൂടെ ഞാൻ മീറ്റിങ്ങിലിരുന്നു. അപ്പോൾ കിടക്കണമെങ്കിൽ കിടക്കാൻ പറഞ്ഞു. കാരണം അന്നൊരു നല്ലൊരു വലിയ ദൈവപ്രവൃത്തി നടന്നൊരു സൺഡേ ആയിരുന്നു. കാരണം നല്ല പവർഫുള്ളായിരുന്നു. അപ്പോൾ പപ്പയ്ക്കും മനസ്സിലായി എന്തോ അതുകൊണ്ട് കിടക്കുന്ന എന്തെങ്കിലും കുഴപ്പമില്ല, മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയി കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റിംഗൊക്കെ കഴിഞ്ഞ് രാത്രി 11-12 മണിയൊക്കെ അടുപ്പിച്ചാവുന്ന സമയത്തിൽ വീട്ടിലേക്ക് കടന്നു പോകുന്നു. വീട്ടിൽ കടന്നുപോയി കിടന്നുറങ്ങുന്നു. ഒരു പാരസെറ്റമോൾ വേണമെങ്കിൽ കഴിച്ചിട്ട് കിടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കഴിച്ചില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കഴിക്കാതെ അത് നാളെ ആകുമ്പോൾ ശരിയായിക്കോളും എന്ന രീതിയിൽ ഞാൻ കിടക്കുവാനിടയെ തീർന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര തണുപ്പ്, ഒരിടത്തു നിന്നില്ലാത്തൊരു കുളിര് പോലത്തെ ഒരു തണുപ്പ് മനസ്സിലായി. ഇത് വേറൊന്നുമല്ല, പനിയാണ്. പനി പിടിച്ചിരിക്കുക. ആദ്യം ശരീരവേദന വന്നു, പിന്നെ മനസ്സിലായി പനിയാണെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ ഒരു മെഡിസിൻ എടുത്തു. ഫസ്റ്റ് ഡേയിൽ പാരസെറ്റമോൾ എടുത്തു. സാധാരണ പാരസെറ്റമോൾ കഴിച്ചാൽ അത് മാറും. എനിക്ക് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല, അല്ലെങ്കിൽ മാക്സിമം പാരസെറ്റമോളും കഴിക്കാറില്ല. പിന്നെ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് കഴിച്ചു. 3 ദിവസത്തിനകത്ത് പോയിക്കോളൂ, അതായത് നാളെ ആകുമ്പോൾ ശരിയായിക്കോളൂ, അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ ശരിയായിക്കോളൂ എന്ന രീതിയിൽ കാത്തിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ വരുന്നു, വീണ്ടും മെഡിസിൻ കഴിക്കുന്നു. ഞാൻ വിചാരിച്ചു എപ്പോഴും വരുമ്പോൾ അതങ്ങ് പോയിക്കോളും, അതിനെപ്പറ്റി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പനിയാണെങ്കിലും ഞാനിവിടെ ചർച്ചിൻ്റെ അളവെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പുതിയ സ്റ്റേജിൻ്റെ. അതിനൊക്കെ വന്ന് വെയിലത്തൊക്കെ നിന്നു, വീണ്ടും എല്ലാം ചെയ്തതിന് ശേഷം വീട്ടിൽ പോയപ്പോഴാണ് വീണ്ടും പനി. വീണ്ടും വൈകിട്ടൊക്കെ റെസ്റ്റ് എടുത്തു, മെഡിസിൻ കഴിച്ചു. രാത്രി ആയപ്പോഴും പനി മാറുന്നില്ല. ആശുപത്രി പോകണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനങ്ങനെ ആശുപത്രി പോകാറില്ല. വെറുതെ എന്തിന്, ദൈവത്തിന് കൊടുക്കാനുള്ള പൈസ നമ്മൾ ആശുപത്രി കൊടുക്കണം. ഹല്ലേലൂയ. ഓക്കെ, എങ്കിലും ദൈവം ചിലപ്പോഴൊക്കെ ചിലതൊക്കെ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസമായപ്പോഴും പനി മാറുന്നില്ല. രാവിലെ ഭയങ്കര അമ്മാ അപ്പാ എന്നൊക്കെ വിളിയും ബഹളം, അങ്ങനെയൊന്നും സാധാരണ ചെയ്യാറുള്ളതല്ല. പക്ഷെ രാവിലെ അവശബ്ദങ്ങളൊക്കെ വരുന്നു, അനങ്ങാൻ പറ്റുന്നില്ല, തിരിയാൻ പറ്റുന്നില്ല, ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിലാകുന്നൊരു സ്ഥിതി. ആശുപത്രി പോകാമെന്ന് പറയുന്നു. ഞാനും പിന്നെ സമ്മതിച്ചു. ഇനിയിപ്പോൾ ഇത് സഹിക്കാൻ കഴിയുന്നില്ല, മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ല. മെഡിസിൻ കഴിക്കുമ്പോൾ ഒരല്പസമയം മാറി നിൽക്കും, വീണ്ടും വരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് നിർബന്ധിച്ചു. അപ്പോൾ ഓക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും പനി പെട്ടെന്ന് മാറി. പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പോകുന്നില്ല. അങ്ങനെ പോകുന്നില്ല, പനി മാറിയതുകൊണ്ട് ഇനി പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. വീണ്ടും പനി തിരിച്ചു വന്നു. വീണ്ടും ആശുപത്രി പോകാമെന്ന് പറഞ്ഞു. ആശുപത്രി പോകാൻ റെഡി ഇറങ്ങുമ്പോൾ പനി മാറി, ഫുൾ ഓക്കെ ആവും. അഭിനയിക്കുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യം പറയാം. അപ്പോൾ ആശുപത്രി പോകണ്ട, വീണ്ടും പനി വരുന്നു. അങ്ങനെ 12-ാം തീയതി തുടങ്ങിയ പനി എനിക്ക് 15-ാം തീയതി ആയിട്ടും മാറുന്നില്ല. 15-ാം തീയതി കഴിഞ്ഞ് എനിക്ക് 17-ാം തീയതി എക്സാം ഉണ്ട്. അപ്പോൾ 16-ാം തീയതി ബാംഗ്ലൂരിലെത്തണം. അവസാനത്തെ വർഷമാണ്. ഈ സെമസ്റ്ററിൽ എക്സാം എഴുതിയില്ലെങ്കിൽ എനിക്ക് ഗ്രാജുവേഷൻ കിട്ടത്തില്ല. എല്ലാ എൻ്റെ കൂടെ പഠിച്ചവരും ഗ്രാജുവേഷൻ സെറമണിക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് സ്റ്റേജിൽ കടന്നു പോയി എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾറെഡി സപ്ലിമെൻ്ററീസൊക്കെ ഉണ്ട്, അപ്പോൾ ഇനിയും സപ്ലിമെൻ്ററി, ഇനിയും തോക്കണ്ട. തോറ്റത് വേറൊന്നുമല്ല,
ശുശ്രൂഷയുടെ ഭാഗമായിട്ടൊക്കെ വന്ന് ചിലതൊക്കെ മിസ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ എഴുതിയെടുത്തു കുറേയൊക്കെ, ഒരുപാടൊന്നുമില്ല, കുറച്ച്. പക്ഷേ ഇത് അങ്ങനെ മിസ് ചെയ്യണമെന്ന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പോയി അവിടെ പോയി പഠിക്കാനേ ശ്രമിക്കുന്നു. പക്ഷേ കഴിയാതെ വണ്ണം വളരെയധികം വിറയിൽ എന്നുള്ള രീതിയിൽ വളരെ വിറയിലും ടെമ്പറേച്ചറൊക്കെ കൂടുന്ന അവസ്ഥ. ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയാലേ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ നിർബന്ധിതമായിട്ട് ബാംഗ്ലൂരുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എൻ്റെ സിംറ്റംസ് പറഞ്ഞു. ഇന്ന് 4ാമത്തെ ദിവസമാണ് ഡോക്ടർ. സാധാരണ പനി വന്നു കഴിഞ്ഞാൽ 3 ദിവസത്തിൽ മാറുന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ശരീരവേദന, നടുവേദന, ഇരിക്കാൻ കഴിയില്ല, എപ്പോഴും കിടക്കണം, അനങ്ങാൻ പറ്റുന്നില്ല, ശരീരം മൊത്തം വേദനയും വീക്കായിരിക്കുന്ന അവസ്ഥ. ഭക്ഷണം വേണ്ട, ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും മനസ്സില്ല. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു ഡെങ്കു സീസണാണ്, പക്ഷെ പേടിക്കാനൊന്നുമില്ല, വൈറൽ ഫീവർ ആയിരിക്കാം, എങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. റിപ്പോർട്ട്സ് എൻ്റെ കയ്യിൽ അത് പ്രിൻ്റഡ് ഇല്ല, എൻ്റെ ഫോണിലുണ്ട്. ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് വൈകിട്ട് വന്നു. അത് റിപ്പോർട്ട് എടുത്തു. ഞാൻ MBBS പഠിച്ചിട്ടില്ല, അപ്പോൾ ഞാൻ റിപ്പോർട്ട് എടുത്ത് പപ്പയ്ക്കും അയച്ചു കൊടുത്തു, കുറച്ച് ഡോക്ടേഴ്സിന് അയച്ചു കൊടുത്തു. അവർ നോക്കിയിട്ട് പറഞ്ഞു ഡെങ്കി പോസിറ്റീവാണ്, അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലത്. പപ്പയെ അറിഞ്ഞോടെ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഇനി അവിടെ നിൽക്കണ്ട, അവിടെ ഒറ്റയ്ക്ക് നിന്നാൽ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അതങ്ങ് മാറിക്കോളും, പേടിക്കാനൊന്നായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞു അത് സൂക്ഷിക്കണം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് വീഴാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അത് റെഗുലറായിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും സാരമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും അന്നേ ദിവസം വൈകിട്ടായപ്പോൾ വളരെ ഷിവറിങ്ങും ഭയങ്കരമായ ശരീരവേദനയും സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. പിന്നെ അടുത്തുള്ള മറ്റൊരു നമ്മുടെ തന്നെ ഇവിടെ ചന്ദ്രൻ പാസ്റ്ററിൻ്റെ മകൻ ഒരു ഡോക്ടറാണ്. അപ്പോൾ അയാൾ വർക്ക് ചെയ്യുന്ന മെഡെക്സ് ഹോസ്പിറ്റൽ എൻ്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് ദൂരമാണ്. മെഡെക്സ് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നു. അവിടെ എനിക്ക് കുറേ ലിക്വിഡ് ഫോമിലുള്ള കുറേ മെഡിസിൻസൊക്കെ ഇഞ്ചെക്ട് ചെയ്തു. ഒരുപാട് കുത്തുകളുണ്ട് ശരീരത്തിൽ. ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഇഞ്ചക്ഷന് പേടിയില്ല, കാരണം കുത്താനുള്ളതൊക്കെ കുത്തി, ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഇവിടെ കുത്തി, എല്ലായിടത്തും കുത്താനുള്ള. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇഞ്ചക്ഷൻ കയറത്തില്ല. ഇതിപ്പോൾ കുത്തി കുത്തി ശീലമായി. അപ്പോൾ കുറേ കുത്തൊക്കെ ഇട്ട് കുറേ ബ്ലഡൊക്കെ എടുത്തു. വീണ്ടും അവർ ടെസ്റ്റിന് അയച്ചു. ആദ്യത്തെ ടെസ്റ്റ് റിപ്പോർട്ടിൽ 1.5 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടാണ് ആവശ്യം നോർമലി. അതിന് താഴേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ആദ്യത്തെ ചെക്കപ്പിൽ എനിക്ക് 98,000 ആയിരുന്നു. വീണ്ടും അടുത്ത ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും 83,000 82,000 അങ്ങനെ എന്തോ കുറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, പേടിക്കണം, എനിക്ക് എക്സാമാണ് വലുതെന്നുള്ള രീതിയിൽ എക്സാം എഴുതണം എന്നുള്ള രീതിയിൽ ഞാൻ വീട്ടിലേക്ക് പോയി അഡ്മിറ്റ് ചെയ്തില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ ലാപ്ടോപ്പ് തുറന്നു. അന്ന് എക്സാമാണ്. എക്സാമിൻ്റെ അന്നേ ദിവസം രാവിലെയാണ് പഠിക്കാൻ എടുക്കുന്നത്. അതുവരെയും പഠിച്ചിട്ടില്ല. ടാക്സേഷൻ ലോ ആണ്. അപ്പോൾ ഞാനത് എടുക്കുന്നു, പഠിക്കാൻ നോക്കുന്നു, ഒന്നും പഠിക്കാൻ പറ്റില്ല. തല ഭയങ്കരമായ വേദന, സ്ക്രീനിലേക്ക് നോക്കാനേ കഴിയുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ നീ എക്സാം എഴുതിയാലും കുഴപ്പമില്ല, നീ ജീവനാണ് വലുത്, നീ നാട്ടിൽ പോകുന്ന അവർ 2 ദിവസം കൊണ്ട് പറഞ്ഞില്ല എനിക്ക് എക്സാം എഴുതണം. അങ്ങനെ ഒരു സ്ഥിതിയിലായി. അവരെല്ലാവരും കൂടെ നിർബന്ധിച്ച് വീണ്ടും മെഡക്സിലേക്ക് കൊണ്ടുവന്ന് അവിടെ അഡ്മിറ്റായി വീണ്ടും ചികിത്സ ചെയ്യുന്നു. പക്ഷേ ചെറുതായിട്ടൊന്ന് റിക്കവർ ആയെങ്കിലും 17-ാം തീയതി എക്സാമിൻ്റെ അന്നേ ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വളരെ വേദന അനുഭവിക്കാനിടയായി തീർന്നു. എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഭയങ്കരമായ നടുവേദനയും ശരീരവേദനയും. ടെമ്പറേച്ചർ ഏകദേശം 102 ഡിഗ്രി സെൽഷ്യസ് വരെ കടന്നു പോകുന്ന, ടെമ്പറേച്ചർ കുറയുന്നില്ല. അവർ രാവിലെ തൊട്ടേ മെഡിസിൻ ഇട്ടിരിക്കും, പക്ഷേ ടെമ്പറേച്ചർ കുറയുന്നില്ല, ടെമ്പറേച്ചർ ഹൈ ആയി തന്നെ ഇരിക്കുന്നു. ഞാനും ചിന്തിക്കാൻ തുടങ്ങി, കർത്താവേ എൻ്റെ ജീവിതം ഒരു ഭാരമാകുന്ന പോലെ ആകണം. എത്രത്തോളം ഒരുപാട് പൈസ ഇതായപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു, മെഡിസിന് പോകുന്നു, എല്ലാവരും വറി ചെയ്യുക. പപ്പ ഇതാ അവിടെ പ്രെയർ റൂം ശുശ്രൂഷയിലിരുന്ന് വറി ചെയ്യുക, അമ്മ വറി ചെയ്യുക, അമ്മ ഫ്രണ്ട്സ് പറയും, അവർ എക്സാമിന് പഠിക്കാതെ എൻ്റെ കൂടെ ഇരിക്കുക. എൻ്റെ ലൈഫ് ഒരു ഭാരമായി മാറുകയാണല്ലോ. സാധാരണ കർത്താവേ 3 ദിവസം കൊണ്ട് പനി മാറും, ഇതിപ്പോൾ 4-5 ദിവസം ആയിട്ട് മാറുന്നില്ല, പനി വീണ്ടും വരികയാണല്ലോ. എന്താ ലൈഫ് കൊണ്ട് മീനിങ്? ഞാനൊരു ഭാരം മാത്രമാകുന്ന രീതിയിലാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞതിനും നിലവിളിച്ചതിനൊന്നും കയ്യും കണക്കൊന്നുമില്ല. ഇതുവരെ ഞാൻ രോഗം വന്ന് കരഞ്ഞതായിട്ടില്ല, ഇഞ്ചക്ഷനെ കണ്ട് പേടിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ബെഡിൽ കരയുന്ന അവസ്ഥ കടന്നു വരാനിടയായി തീർന്നു. അമ്മയും പേടിച്ചു. അമ്മ ബാംഗ്ലൂരിലേക്ക് വരാനിടയായി. അമ്മയും മക്കളെ കരയണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ കരയുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ അത് മാറുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും മാറാത്ത രീതിയിൽ, എത്ര ട്രിപ്പുകൾ ഇട്ടിട്ടും മാറാത്ത രീതിയിൽ ഞാൻ കരയുവാനെ തുടങ്ങി. അന്നേ ദിവസം 17-ാം തീയതി ദേവദാസൻ എൻ്റെ സ്ഥിതി കണ്ടിട്ട്, എൻ്റെ ഇങ്ങനെയൊന്നും അല്ല, നിങ്ങളൊക്കെ ആഗ്രഹിച്ചതുപോലെ കുറച്ച് വീർക്കുകയൊക്കെ ചെയ്തു. കണ്ണൊക്കെ ചൈനീസുകാരുടെ കണ്ണുപോലെ അകത്ത് കുഴിഞ്ഞ് ഫുള്ള് പെരുകി പണ്ടത്തെ ബി പോലെയായി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട്. പപ്പ അന്ന്
ഞങ്ങളുടെ സ്റ്റാഫ് ഗ്രൂപ്പ്, അതായത് ദേവദാസന്മാരുടെ ഗ്രൂപ്പിൽ ഒരു ഓഡിയോ ഇടാനിടയെ തുടർന്ന് എബിക്ക് ഇങ്ങനെ വയ്യ. അന്നാണ് പുറത്ത് ആൾക്കാരോട് പറയുന്നത്, എബിക്ക് ഇങ്ങനെ വയ്യ, വളരെ പ്രയാസത്തോടു കൂടെ ആയിരിക്കുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ആവശ്യമായിട്ട് പറഞ്ഞു. എല്ലാവരും, ഞാൻ ആ ഗ്രൂപ്പ് നോക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ ഓരോ വ്യക്തികളെയും കണ്ടു, വി വിൽ പ്രേ, യെസ് ബ്രദർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക, എല്ലാവരും പ്രാർത്ഥിക്കാനായി തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, 17-ാം തീയതി, അതായത് 5 ദിവസം കൊണ്ട് മാറാതെ, ഇത്രയും പാരസെറ്റമോളും മെഡിസിൻസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ട് മാറാതെ ഇരുന്ന പനി, അന്ന് ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എവിടെ പിന്നെ പനി പോയെന്ന് എനിക്കറിയത്തില്ല. പനി അതിനുശേഷം ഇതുവരെ ഈ ദിവസം വരെ വന്നിട്ടില്ല. ഒന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ആമേൻ, ആമേൻ. ഈ ഒരു അനുഭവത്തിലൂടെ ദൈവം എന്നെ പഠിപ്പിച്ച ഒന്നുണ്ട്. ഇന്ന് എബീഷാലോം എന്ന് പറയുന്നത് ബിഗ് സീറോ ആണ്. ഹല്ലേലൂയ. ഒന്ന് കരം പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. വളരെ ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ വീഡിയോ കോൾ ചെയ്ത സമയത്തിൽ ഞാനിവിടെ നാട്ടിൽ ഞാൻ എൻ്റെ ശുശ്രൂഷ വിട്ട് കളിക്കാൻ തയ്യാറല്ല. കാരണം അപ്പോയിൻമെൻ്റ് എടുത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ എനിക്കൊരു വാശി, രാത്രി ഉറങ്ങിയില്ല. മൊത്തത്തിൽ ബാംഗ്ലൂരിലേക്ക് പോകണോ എന്നുള്ളായിരുന്നു. കൗണ്ട് നേരെ 56-ൽ 56,000-ലേക്ക് പോയി. മെഡിക്കൽ സയൻസ് എനിക്ക് അറിയത്തില്ല, എങ്കിലും എനിക്കറിയാം ഇത് മിന്നൽ പോലെ ഇനി ഡൗൺ ആവും. ഇതാണ് എബിക്കത് അറിയത്തില്ല കാര്യങ്ങൾ. പ്ലാറ്റിനം കൗണ്ട് താഴോട്ട് പോകുന്ന സമയത്ത് ലാസ്റ്റിലത്തെ ടെസ്റ്റ് വരുന്നത് 56,000. അതിൽ നിന്ന് പിന്നെ അടുത്ത് 20-ലേക്ക് വരാം. മിനിറ്റ് വെച്ച് പോകും. 40,000 പോയായിരുന്നു. അതെ, ഡോക്ടർ പറഞ്ഞു അത് 20,000 താഴെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതെ, 40-ക്ക് താഴെ പോകുന്നു. അകയിൽ രാത്രിയിൽ ഞാൻ ചലഞ്ച് ചെയ്തു, ഒന്നുകിൽ ബാംഗ്ലൂരിലേക്ക് പറക്കണം, മറുഭാഗത്ത് നാളെ പ്രാർത്ഥിക്കാൻ കുറേ പേര് വരും. വിളിച്ചു വരുന്നവരുണ്ട്, വിളിക്കാതെ വരുന്നവരുണ്ട്. ഒന്ന് എൻ്റെ മകൻ്റെ ജീവൻ, ഞാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേങ്കിലും മറ്റൊരു ഭാഗത്ത് എൻ്റെ ശുശ്രൂഷ. നേരത്തെ കൂട്ടി അപ്പോയിൻമെൻറ്റ് കൊടുക്കാതിരുന്നാൽ കുഴപ്പമില്ല. ഞാൻ ദിവസം എന്തായാലും ഞാൻ പോകുന്നില്ല, ദൈവം അവിടെ ഉണ്ടല്ലോ, കർത്താവ് അവനെ സൂക്ഷിക്കുമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു. അന്നേ ദിവസവും ഒരു തീക്കനലിലായിരുന്നു. പക്ഷേങ്കിൽ ഞാനന്ന് ചർച്ചിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് റൗണ്ട്സിന് വന്നു. നേരെ ടവറിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് ഓരോരുത്തർക്കും മസിൽ പിടിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം മൈൻഡ് സെറ്റാകുന്നില്ല. എപ്പോൾ ഫോൺ കോൾസ് വരും. കാരണം വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് എബീഷാലോമല്ല, കണ്ണെല്ലാം തൂങ്ങിക്കിടക്കുന്നു, മുഖമെല്ലാം നീരടിച്ച് വികൃത രൂപത്തിൽ ചൊവ ഒരു തക്കാളിപ്പഴം പോലെ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടന്ന് കണ്ണിക്കൂടെ കണ്ണീരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ വീഡിയോ കോൾ ചെയ്ത സമയത്ത് കാണാൻ കഴിഞ്ഞത്. പക്ഷെങ്കിലും ഞാൻ ഇന്ന് ഓർക്കുന്ന സമയത്തിൽ ഞാൻ പ്രേ ടവറിൽ നിന്ന് എണീറ്റില്ല. ഞാൻ ആ ചെയറിലിരുന്നു. വരുന്ന ഓരോരുത്തരോടും പ്രാർത്ഥിച്ചു. ചിലർക്ക് ഒന്നും ആരോടൊന്നും പറഞ്ഞില്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യം അഡ്വാൻസ് എടുത്ത് കർത്താവ്, എൻ്റെ മൈൻഡ് സെറ്റല്ല, പക്ഷേങ്കിലും വരുന്നവർ അനുഗ്രഹത്തോടെ പോകണം, വരുന്നവരൊക്കെ വിടുതലോടെ തന്നെ കടന്നു പോകണം. ഞാനങ്ങനെ വന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വിളിക്കുന്നു, ഞാൻ അവരെ ധൈര്യപ്പെടുന്നു, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ളത്. പക്ഷേ ഒരു വികൃത രൂപിയായിട്ട് ബെഡിലിങ്ങനെ കിടക്കുന്നു, ചുണ്ടെല്ലാം വറച്ചുകൊണ്ടിരിക്കുന്നു, ശരീരമെല്ലാം എണീക്കാനോ ഒന്നിനും കഴിയാതെ കിടക്കുന്ന ഒരവസ്ഥ. നമ്മളൊക്കെ രോഗശാന്തി ശുശ്രൂഷകരാണ്. ജനങ്ങളുടെ വീര്യം, ജനങ്ങളുടെ ഉറപ്പൊക്കെ എന്ന് പറയുമ്പോൾ അത് വേറെ. നമ്മുടെ ശുശ്രൂഷ എന്നറിയാതെ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കഷ്ടങ്ങളൊന്നും ആരോടും പറയാറില്ല. പക്ഷെ അവസാനം എൻ്റെ എല്ലാ പിടിപാടുകളും കൈവിടുന്നു. സിറ്റുവേഷൻ മോശമായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി. അപ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുന്നു. എല്ലാവരും സ്റ്റാഫ് ഗ്രൂപ്പിലാണ്. 56ഓളം പേര് ദൈവദാസന്മാരും ദാസിമാരും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. വിശാലം ഇച്ചിരി ക്ഷീണത്തിലാണ്, പ്രയാസത്തിലാണ്. എല്ലാവരും ഇന്നത്തെ പ്രാർത്ഥനയിൽ വയ്ക്കണം, ഒന്ന് റിക്കവർ ആകണം. ഇന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവരുന്നു, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണം. എന്തായാലും ഞാൻ പറഞ്ഞു നേരെ എന്തായാലും അടുത്ത ഫ്ലൈറ്റിൽ കയറിക്കൊണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ ഇനി ഡെങ്കു ആകുമ്പോൾ പ്രോബ്ലം വരുമോ, പ്രശ്നം വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അടുത്ത് വൈകിട്ട് ആ ഒരു മെസ്സേജ് ഇടുന്നു, എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞടുത്ത് വീഡിയോ കോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫേസിന് വലിയൊരു ചേഞ്ച് ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ. ഇവിടെ
വിദഗ്ധമായൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. വളരെ ഡേഞ്ചർ സോണിലായിരിക്കും നിൽക്കുന്ന സാഹചര്യത്തിൽ, കാരണം ഈ സിംറ്റംസ് റെക്കോർഡ്സിൽ കാര്യാദികളെല്ലാം പറയുമായിരിക്കാം. ചിഹ്നപ്പറ്റിൽ ഹാർട്ടിനെ ബാധിച്ചു, ലിവറിനെ ബാധിച്ചു, പാങ്ക്രിയാസിനെ ബാധിച്ചു, എല്ലായിടത്തും ഇത് ഇൻഫെക്റ്റഡായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നേരെ ഇവിടെ പ്രഗത്ഭമായൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ഒരു അഡ്വൈസ് എൻ്റെ കൂടെ സഹോദരൻ പോകുന്നു. ഞാൻ പോലും അറിഞ്ഞില്ല. ഉടനടി ജയംബ്രർ അതിലേക്ക് ഹെഡ് ചെയ്യുന്നു. CMൻ്റെ ഓഫീസിൽ നിന്ന് ഇരിക്കുന്ന ഒരു രോഗിയെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നു. ക്രിട്ടിക്കലാണ്, പെട്ടെന്ന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കത്തക്ക രീതിയിൽ എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെയെല്ലാം ഇവിടെ സജ്ജീകരണം. അപ്പോഴും ഞാൻ രാത്രി 9 മണിയായപ്പോഴും പ്രയർ ടവറിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. എയർപോർട്ടിൽ ആൾ പോയി നിൽക്കുന്നു, ഹോസ്പിറ്റലിൽ ആൾ നിൽക്കുന്നു. സ്തോത്രം. കാര്യാദികൾ ആംബുലൻസിൻ്റെ സൗകര്യം വേണമെങ്കിൽ അത് എല്ലാം എങ്ങനെയൊക്കെ എല്ലാ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു. ഞാനിവിടുത്തെ എല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിലേക്ക് കടന്നു പോകുന്നു. ഫ്ലൈറ്റ് 1.5 മണിക്കൂർ അങ്ങണ്ട ലേറ്റാണ്. അടുത്ത ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ഞാനിങ്ങനെ കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ വീഡിയോ കോൾ ചെയ്ത സമയത്ത് കണ്ട എബിയല്ല, ഈ കാണുന്ന എബിയായിട്ട് അവൻ നടന്ന് കടന്നു വരുന്നു. പെട്ടെന്ന് ഞങ്ങൾ നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല. ഭയങ്കര എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോയില്ല. അതിൻ്റെ ആവശ്യമില്ല. ദൈവം അവനെ തൊട്ട് കഴിഞ്ഞു. ഇനിയൊരു ഹോസ്പിറ്റലിൻ്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ചെക്കപ്പിൻ്റെ മാത്രമല്ല, ഒരു സാധാരണ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് പോകുന്നു. അവിടെ പോയി വീണ്ടും നോക്കിയ സമയത്ത് പാറ്റൻറ്റ് കൗണ്ട് കാര്യത്തിൽ ചെക്കപ്പിൽ വലിയ കുറവൊന്നും കാണുന്നില്ല. പക്ഷെ എല്ലാം അതുപോലെ നിൽക്കുന്നു. പക്ഷെ ആൾ ഓക്കെ ആയി, ആൾ ശരിയായി. അത്ഭുതമെന്ന് പറയട്ടെ. ദൈവം പിറ്റേ ദിവസത്തെ ചെക്കപ്പ് മുതൽ കാര്യാദികളെല്ലാം ക്രമീകരണമായി കടന്നു വന്നു. ദൈവം ചെയ്ത ഒരു അത്ഭുതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. തുടർന്ന് എബിഷാണ് പറഞ്ഞു. അന്ന് ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കും അതിശയപ്പെട്ടു പോയി. കാരണം ഞാനും ചിന്തിച്ചു, കർത്താവെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്ത ഒരു മുഖമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പഴയ എബി പോലെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കാം. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയപ്പോൾ പഴയ എബി അല്ല, ആ മുഖമൊക്കെ ചേഞ്ചായി. ഇതിലെടുത്ത് പറയാനുള്ള കാര്യമെന്ന് പറയുമ്പോൾ ദൈവം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിലൊന്നാണ് എബി ഒരു 0 ആണ്. ആമേൻ, ഹല്ലേലൂയ. എബി എന്നുള്ളത് മാത്രമല്ല, ദൈവം എന്നെ പഠിപ്പിച്ചത് എല്ലാ മനുഷ്യരും 0 ആണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരുപാട് വലിയ ദൈവദാസനാണ്, വലിയ സംഭവമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ വെറും 0 ആണ്. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ ആ ടെമ്പറേച്ചർ മാറുക. ഞാൻ പ്രാർത്ഥിച്ചു, ദേവദാസൻ പ്രാർത്ഥിച്ചു, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും മാറാത്ത എൻ്റെ പനി വിട്ട് മാറിയത് ഒരു കൂട്ടം ആമേൻ ആരും മുന്നിൽ കാണാത്ത ഒരു കൂട്ടം ദൈവമക്കൾ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് ഏത് വ്യക്തി എന്നുള്ളതല്ല, എൻ്റെ ദൈവം ആരെയും ഉപയോഗിക്കുമെന്നുള്ളതാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്നെങ്കിലും ഇന്ന് നമ്മൾ ആരും ഒന്നുമല്ല, ദൈവം അത്രേ പ്രവർത്തിക്കുന്നത്. ആമേൻ, ആമേൻ. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. കർത്താവേ, ഒരു കൂട്ടം വ്യക്തികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആക്കി വെച്ചതിൽ ഞാൻ എന്താ കർത്താവേ, ഞാൻ ഒന്നുമല്ല അപ്പാ. പക്ഷേ നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഇത്രയും ആൾക്കാരൊക്കെ ഒരുക്കി തന്നല്ലോ അപ്പാ എന്ന് പറഞ്ഞ് ഞാൻ ആ ഹോസ്പിറ്റലിലിരുന്ന് കരഞ്ഞതിന് ഒരു കൈയും കണക്കുമില്ല. ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷവും അമ്മ വിചാരിച്ചു എല്ലാം ഓക്കെ ആയി. പക്ഷേ എനിക്കൊന്ന് ബെഡ് പൊക്കണമായിരുന്നു. അമ്മയെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാനൊന്ന് ബെഡിൻ്റെ ലിവർ ഒന്ന് ജസ്റ്റ്, അത് വളരെ പാടൊന്നുമല്ല, ഞാനൊന്ന് ജസ്റ്റ് കറക്കിയതേ ഉള്ളൂ. കറക്കിയതും എൻ്റെ നെഞ്ച് വളരെയധികം വേദനിക്കാൻ തുടങ്ങി, ക്ഷീണിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് പോയി ബെഡിൽ കിടന്നു. അത് ഏകദേശം 2 മണിക്കൂറോളം എൻ്റെ നെഞ്ചിൽ ആ വേദന ഉണ്ടായിരുന്നു. ഡോക്ടർ വന്ന് ഹാർട്ട് റേറ്റ് നോക്കിയപ്പോൾ 46. അത് വളരെ കുറഞ്ഞൊരു ഹാർട്ട് റേറ്റാണ്. അപ്പോൾ മനസ്സിലായി നമ്മൾ എന്തോന്നൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു നിമിഷം മതി നമ്മൾ 0 ആകുക. ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും വർഷിപ്സ് ഒക്കെ ചെയ്യാനും ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ ചിന്തിച്ച് 21 വർഷം എനിക്ക് ഇത്രയും ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ മനസ്സിലായില്ല
നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ഈ ചാടാനും ചാടി ദൈവത്തെ ആരാധിക്കാനൊക്കെ കഴിയുന്നതിൻ്റെതായിട്ടുള്ള ആഴവും അതിൻ്റെ പ്രാധാന്യതയും ഞാൻ ഓരോന്നും കണ്ടപ്പോൾ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചു, കർത്താവ് എനിക്കിതുപോലെ ഒന്ന് ചാടി ആരാധിക്കാൻ ഒരിക്കൽ കൂടെ പറ്റിയെങ്കിൽ. കാരണം എൻ്റെ ബെഡിൻ്റെ ഒരു ലിവർ പോലും എനിക്ക് കറക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഷുഗർ കൂടി, എൻ്റെ പാങ്ക്രിയാസിനെ അത് അഫക്റ്റ് ചെയ്തു. ഹൈ ഷുഗർ ആണെന്ന് പറഞ്ഞു, ലിവർ ഫങ്ഷനെ ബാധിച്ചു, എല്ലാം പോയെന്ന് വിചാരിച്ചു ഞാൻ. ഒരുപാട് ആഗ്രഹം, വലിയ പള്ളി, വലിയ കാര്യങ്ങൾ, നമ്മൾ ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ ഒരുപാട് മനസ്സിൽ പ്ലാൻ ചെയ്തു. പക്ഷെ ദൈവം പഠിപ്പിച്ചു, നീ എത്ര വലിയതാണെന്ന് പറഞ്ഞാലും ഞാനില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ചാടാൻ നമ്മൾ നാണിക്കരുത്. ആശുപത്രി കിടക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഒന്ന് ചാടാൻ പറ്റിയെങ്കിലെന്ന്. എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. എടുക്കാൻ പറ്റത്തില്ല. മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിലും ഒരാളുടെ സഹായം ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. കുളിക്കാൻ പറ്റത്തില്ല. എപ്പോഴും കിടപ്പ് മാത്രം. എത്ര നാൾ കിടക്കും? ഞാൻ ആഗ്രഹിച്ചു, കർത്താവ് എനിക്ക് ഒരിക്കൽ കൂടെ ചാടാൻ ഒരു അവസരം നൽകിയാൽ മതി. അപ്പാ, എനിക്ക് ഒരിക്കൽ കൂടെ ചാടി അങ്ങ് ആരാധിക്കണം. ഞാൻ ഓൺലൈൻ ചർച്ചിലൂടെ അറ്റൻഡ് ചെയ്ത കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് വളരെ സന്തോഷം തോന്നി. നമുക്ക് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് നൽകിയിരിക്കുന്ന. ആൾക്കാരൊക്കെ ആരാധിക്കുന്ന കണ്ടോ. ഞാൻ പല ഓൺലൈൻ ചർച്ച് നോക്കി, പക്ഷെ അവിടെയൊന്നും ഒരനക്കമില്ല. പക്ഷെ ഷാലോം സെന്ററിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ദൈവം പ്രവർത്തിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഓരോ വ്യക്തികളും ചാടി ആരാധിക്കുന്നുണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന്, കർത്താവേ എനിക്ക് ഈ പള്ളിയിൽ പോയി ആരാധിക്കണം ഒരിക്കൽ കൂടെ. ഏഞ്ചൽ പരിചയപ്പെടുത്തി തന്നൊരു പാട്ടാണ് എലവേഷൻ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ബാൻഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന പാട്ട്. 5 മാസം മുമ്പ് അത് ഇറങ്ങിയതാണ്. പക്ഷേ ഞാനത് ഞാൻ കേട്ടു, പക്ഷെ ഞാൻ വലുതായിട്ട് പ്രാധാന്യം കൊടുക്കാത്ത പാട്ടാണ്. പക്ഷേ ഈ കാട്ടാക്കടയുള്ള ആ വലിയ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഞായറാഴ്ച ദിവസം ഞാൻ നമ്മുടെ ആരാധന കണ്ടപ്പോൾ എനിക്ക് അത് പറയാൻ അറിയില്ല. ദൈവമക്കളെ, ഇതിനകത്ത് വലിയ ദൈവ സാന്നിധ്യമാണ്. വെറുതെയൊന്നും ആൾക്കാർ അനങ്ങത്തില്ല, വെറുതെയൊന്നും ചാടി ദൈവത്തെ ആരാധിക്കത്തില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അതൊക്കെ ഇവിടെ നടക്കുന്നത്. ഞാൻ ആ ഓൺലൈൻ ചർച്ച് സജി ബ്രദറാണ് വർഷിപ്പ് ലീഡർ. ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തു. എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഇത്രയും നാൾ 21 വർഷം ചാടാനും എല്ലാം തന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനെ തുടങ്ങി. ദൈവം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ പ്രൈസ് എന്നുള്ള പാട്ടിനെ എനിക്ക് തന്നു, അല്ലെങ്കിൽ ആ പാട്ടൊന്ന് കേൾക്കാൻ പറഞ്ഞു. ഞാനത് കേൾക്കുവാനെ തുടങ്ങി. അതിൻ്റെ ഓരോ വരികളും എന്നെ തൊടുവാനിടയായി തീർന്നു. ആ പാട്ടിൻ്റെ മലയാളം വരികളിൽ ആദ്യത്തെ ജീവനുള്ളത് സകലതും സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ആമേൻ. ഒന്ന് കരമടിച്ചൊന്ന് സ്തുതി കൊടുക്കുക ജീവനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. അതിനകത്ത് ഒരുപാട് വരികളുണ്ട്. അടുത്ത വരിയിലോട്ടൊന്ന് പോകാമോ? താഴ്വരയിൽ സ്തുതിക്കും, പർവ്വതത്തിൽ സ്തുതിക്കും, ഉറപ്പുള്ളപ്പോൾ സ്തുതിക്കും, സംശയത്തിലും സ്തുതിക്കും. എൻ്റെ ലൈഫിൽ ഒരുപാട് സംശയങ്ങൾ വന്ന ഒരു സമയമായിരുന്നു ഈ ഒരു 9 ദിവസക്കാലം. പക്ഷേ ആ പാട്ടിനോട് ദൈവം എന്നോട് പറഞ്ഞു, എടാ നീ പർവ്വതത്തിൽ ഈ സ്റ്റേജിൻ്റെ പുറത്തിരിക്കുമ്പോൾ മാത്രം സ്തുതിച്ചാൽ പോരാ, നീ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോഴും നിനക്ക് സ്തുതിക്കാൻ പറ്റുമോ എന്നാണ് കർത്താവ് എന്നോട് ചോദിച്ചത്. ആമേൻ. ദൈവം പറഞ്ഞു, ഉറപ്പുള്ളപ്പോൾ മാത്രം സ്തുതിച്ചാൽ പോരാ, നിനക്ക് സംശയത്തിന് സ്തുതിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആമേൻ. അടുത്ത വരികൾ എങ്ങനെയാ? അടുത്ത വരി ഒന്ന് കാണിക്കാം. കൂട്ടത്തിലും സ്തുതിക്കും, ഒറ്റയ്ക്കലും സ്തുതിക്കും. ഇത്രയും 3000 പേരിയ്ക്കുമ്പോൾ മാത്രമേ നിനക്ക് സ്തുതിക്കാൻ പറ്റാതെ, നീ ഒറ്റയ്ക്ക് ബെഡിൽ കിടക്കുമ്പോഴും ആരും ഇല്ലാതിരിക്കുമ്പോഴും ദൈവം നിന്റെ കൂടെയാണെന്നുള്ള ഉറപ്പോടെ സ്തുതിക്കാൻ പറ്റുമോ എന്ന് ദൈവം എന്നോട് ചോദിച്ചു. അടുത്ത ആ പാട്ടിലെ വരി എങ്ങനെയാ? ഞാൻ സ്തുതിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം എൻ്റെ സ്തുതി എന്നത് ശത്രുവിനെ മുക്കിക്കളയുന്ന ഒരു പെരുവെള്ളത്തിൻ്റെ ശബ്ദമത്രേ എൻ്റെ സ്തുതി. ആമേൻ. അടുത്ത വരികളൊന്ന് കാണിക്കാം. തോന്നുമ്പോൾ സ്തുതിക്കും, തോന്നാത്തപ്പോഴും സ്തുതിക്കും.
എല്ലാ നാളും സ്തുതിക്കും, കാരണം അങ്ങ് ഇപ്പോഴും പ്രവർത്തിക്കുന്നവൻ. ഞാൻ ഈ ഹോസ്പിറ്റലിലാകുന്നതിന് മുന്നേയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, ദൈവത്തോട് ചോദിച്ച് പഠിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. നമുക്ക് ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു ഫീലിംഗ് ഉള്ളപ്പോൾ നമ്മൾ ആരാധിക്കും. ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് പോലെ, അല്ലെങ്കിൽ എന്നുള്ള നമുക്ക് ഭാവഭേദങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആരാധിക്കും. ഞാൻ ദൈവത്തോട് ചോദിക്കുക, കർത്താവ് ഇപ്പം അങ്ങനെ ഭാവഭേദങ്ങളൊന്നും വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. അത് കുറച്ചുകൊണ്ട് ദൈവം വ്യക്തമാക്കി ഈ പാട്ടിലൂടെ. തോന്നാത്തപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം, അതത്രയും ആരാധന. ആമേൻ, ആമേൻ. ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ചാടാൻ, പക്ഷേ ആമേൻ, ലിവർ കറക്കാൻ പറ്റാത്ത എനിക്കിന്ന് ചാടാൻ, എൻ്റെ ഹാർട്ടിന് ഒരു കുഴപ്പമില്ല, ഹാർട്ട് നന്നായിട്ട് ഇടിക്കുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് ചാടി എൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും തോന്നിയില്ലെങ്കിലും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് നടന്നാൽ മതി, എനിക്ക് നെഞ്ചിൽ അറിയായിരുന്നു, പക്ഷെ ഇന്ന് എനിക്കൊന്നും അനുഭവിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി വേറൊരു ശബ്ദമല്ല, സ്തുതി എൻ്റെ ആയുധം. ദൈവം അതാ എന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ പഠിപ്പിച്ചത്. നീ എല്ലാം, നീ വചനം പഠിച്ചു, നിനക്ക് വചനം അറിയാം, നീ ഫ്രാസ്റ്ററാണ് മറ്റതാണെന്നുള്ളതൊക്കെ മാറ്റിവെച്ച് നീ മനസ്സിലാക്കിക്കോ, നിന്റെ ഈ രോഗം പൂർണ്ണമായി നിന്നെ വിട്ട് മാറണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നിന്റെ രോഗമധ്യത്തിലും നിനക്ക് സ്തുതിക്കുവാൻ, സ്തുതിയെ നിന്റെ ആയുധമാക്കി എടുത്തോ. നീ സ്തുതിയെ ആയുധമാക്കി എടുക്കുകയാണെങ്കിൽ യെസ്, രോഗത്തിന് നിന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഡെങ്കു ഫീവറിന് നിന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ശത്രുവിന്റെ പദ്ധതികൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് നിത്യജീവൻ കൺട്രോൾ ചെയ്യുമെന്ന് എന്നോട് സംസാരിച്ചു. ഞാൻ ഒരുപാട് പ്രസംഗിച്ചൊരു വിഷയമാണ് ദൈവത്തിന്റെ നിത്യജീവൻ. ഞാൻ പറഞ്ഞു, നിങ്ങളെ രോഗമല്ല ഭരിക്കുന്നത്, നിങ്ങളെ കടഭാരമല്ല ഭരിക്കുന്നത്, ദൈവത്തിന്റെ നിത്യജീവനാണ്. പക്ഷേ എനിക്കത് അനുഭവമില്ലായിരുന്നു. പക്ഷേ ദൈവം എനിക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നു. ഹോസ്പിറ്റലിൽ നിനക്ക് രോഗമുണ്ടായിരിക്കാം, പക്ഷെ നീ ഡിഫറൻസ് മനസ്സിലാക്കിക്കോണം. നീ ബെഡിലായിരിക്കാം, പക്ഷെ ഡിഫറൻസ് ഉണ്ട് അതിൽ. സാധാരണ ഒരു രോഗി അവൻ രോഗക്കിടക്കി കിടക്കുമ്പോൾ രോഗം അവനെ ഭരിക്കും. പക്ഷെ നിന്റെ പേരിനൊരു പ്രത്യേകതയുണ്ട്. എബി ഷാലോം എന്ന അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുൻപേ മകനെ എന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് വിളിച്ചൊരു ദൈവത്തിന്റെ മകനാ നീ. ആകയാൽ രോഗമോ ഈ ലോകത്തിന്റെ ഒരു ശക്തികളല്ല നിന്റെ ജീവനെ കൺട്രോൾ ചെയ്യേണ്ടത്. നിന്റെ രോഗത്തിന്റെ കിടക്കയിലും ഡിക്ലെയർ ചെയ്യാം, യേശുവത്രേ എന്റെ ജീവന്റെ ഉടമസ്ഥൻ, യേശുവത്രേ എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥൻ. ഞാൻ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി. എണീക്കാൻ പറ്റുന്നില്ല, ബെഡില്ല, പക്ഷെ ഞാൻ പറയാൻ തുടങ്ങി, in the name of Jesus I declare and I command all the sicknesses to get away from my body, because I am a child of God and this body belongs to the mightiest God, Jesus Christ, and I am being controlled by the eternal life which is given to me by the blood of Christ Jesus. ഞാനത് വീണ്ടും പറയാൻ തുടങ്ങി. അതിന്റെ അർത്ഥം പറഞ്ഞുതരാം. അതിന്റെ അർത്ഥം ഇതാ, ഞാൻ ദൈവത്തിന്റെ മകന്, രോഗമുണ്ടായിരിക്കാം, പക്ഷെ രോഗത്തിന് എന്നെ ഭരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ അവയവങ്ങളൊക്കെ പോയിരിക്കാം, പക്ഷെ അതൊന്നും എൻ്റെ ജീവനെ കൺട്രോൾ ചെയ്യില്ല, ഭരിക്കില്ല. ഞാൻ ദൈവത്തിന്റെ മകനായതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു അവകാശമുണ്ട്, നിത്യജീവൻ. രോഗത്തെ മാറ്റുന്ന ജീവന്റെ ശക്തി, ശാപത്തെ മാറ്റുന്ന ജീവന്റെ ശക്തി. ഞാൻ പറയാൻ തുടങ്ങി, ആ ജീവൻ അത്ര എന്നെ ഭരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ചങ്കൂറ്റത്തോടെ നിന്ന് പറയും, ഒരുപാട് പേപ്പേഴ്സ്, ഒരുപാട് ഫയലുകളുണ്ട്, ഇനി ഫോണിലും ഉണ്ട് കുറേ. ഇനി ആശുപത്രിയിൽ പോയാൽ ബുക്ക് കണക്കിന് ഓരോ മണിക്കൂറിൽ വന്ന് ടെസ്റ്റ് ചെയ്യും. ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇന്നെനിക്ക് വളരെ ചങ്കൂറ്റത്തോടെ പറയും, ഈ പേപ്പറുകളിൽ പ്രശ്നങ്ങളായിരിക്കും എഴുതിയിരിക്കുന്നത്. പേപ്പറിൽ അവയവങ്ങളൊക്കെ നേരെ വർക്ക് ചെയ്യുന്നില്ല എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയും, ഈ പേപ്പറിനൊന്നും ഒരു വാല്യൂ ഇല്ല. എൻ്റെ ജീവിതത്തിൽ വാല്യൂ യേശു ക്രിസ്തുവിനത്രേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് എഴുന്നേരുന്നൊന്ന് സ്തുതിക്കാനേ കഴിയുന്നവരുണ്ടോ? ഒന്ന് സ്തുതി കൊടുക്ക. ഇന്ന് ഞാൻ രോഗികളെ നോക്കി പറയുക, നിന്റെ രോഗം നിന്നെ ഭരിക്കാൻ വിട്ടുകൊടുക്കരുത്. രോഗം നിന്റെ ജീവിതത്തിൽ ഭയം കൊണ്ടിട്ട് വരാം, പറയണം, രോഗമേ, you don't have any control over my life. പറ്റൂ. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പലപ്പോഴും, പറയണം. പക്ഷേ എനിക്ക് ഒന്ന് തോന്നി, കർത്താവേ,
പറയാൻ പറ്റുന്നില്ല. നമ്മൾ പറയും, രോഗത്തെ നോക്കി പറയും രോഗമേ മാറിപ്പോയി, യേശുവാണ്. പക്ഷേ രോഗം വന്നപ്പോൾ എനിക്കും മനസ്സിലായി പറയാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഇതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടാ, പക്ഷെ ഇതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. പറയാൻ എനിക്ക് അങ്ങയുടെ ശക്തി വേണം. യെസ്, പൗലോസ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, അതിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ ബലഹീനത മാറിയില്ല, പക്ഷെ ഞാൻ ബലഹീനതയിൽ ഇന്ന് പറയാനേ തുടങ്ങി, ലോർഡ് ഐ നീഡ് യുവർ ഗ്രേസ്. യേശുവേ എനിക്ക് അങ്ങയുടെ കൃപ വേണം. കൺക്ലൂഷൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് നേരത്തെ വന്നാൽ അറിയാം, ഇവിടെ ഏറ്റവും ചാടി കുതിച്ച് ആരാധിച്ചത് ഞാനാണ്. പക്ഷെ ഡോക്ടർ എന്നോട് പറഞ്ഞത് റെസ്റ്റ് എടുക്കണം, ബോഡി അനക്കരുത്. പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ കഴിയും, എൻ്റെ ശരീരത്തിന് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കുക ഒരു പ്രശ്നമില്ല. ഹല്ലേലൂയ. യെസ്, ആമേൻ, ആമേൻ. ഒരുപാട് കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചു. പക്ഷേ ഇന്നിപ്പോൾ റിപ്പോർട്ട്സിലൊന്നും കുഴപ്പമൊന്നുമില്ല. ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി. ഒന്ന് കരം പിടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? യെസ്, ദൈവം എന്നെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ വരുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. ദൈവം എന്നെ ഒരുപാട് പഠിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളോട് ഷെയർ ചെയ്തു. ഇന്ന് നമ്മൾ ആരെന്നുള്ളത് ദൈവം നോക്കത്തില്ല, ദൈവം ആരിലൂടെയും പ്രവർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാണോ ദൈവം ഒരു വിളി നൽകിയിരിക്കുന്നത്? നിങ്ങൾ വലിയ സ്റ്റേജിലും കൺവെൻഷനിലൊന്നും പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അനേകം വ്യക്തികളെ വിടുവിക്കുവാനേ കഴിയും. വിഷയത്തിലേക്ക് വരാം. എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊരു വഴിത്തിരിവ് വന്നത് ഷാലോമിൻ്റെ ഓൺലൈൻ ചർച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ്. ഹല്ലേലൂയ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അപ്പോഴേ ഷാജി ബ്രദറും സ്റ്റേജിലില്ല, എബി ഷാലോമും സ്റ്റേജിലില്ല, ആരുമില്ല. ഇവിടെ കുറേ ഇതുപോലെ പ്രായം കുറഞ്ഞ കുറച്ച് വർഷിപ്പ് ലീഡേഴ്സും സജി ബ്രദറും, പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ തൊട്ടത് ഇതിനിരിക്കുന്ന ജനങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൂട്ടം ദൈവമക്കൾ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണുനീരിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് പടപടയായി വന്നു. എന്നെ ദൈവത്തിങ്കിലേക്ക് കൂടുതലായി അടുപ്പിക്കുവാൻ ചിലരുടെ ആരാധന കാരണമായെങ്കിൽ ഇന്ന് മനസ്സിലാക്കിക്കോളാം, നീ സ്തുതിക്കുമ്പോൾ അത് നിനക്ക് മാത്രമല്ല, ഹോസ്പിറ്റലുകളിലും അവൻ എഴുന്നേൽക്കാൻ കടക്കാതെ അവൻ ശാപത്തിനും രോഗത്തിനും അടിമപ്പെട്ടിരിക്കുന്ന പലരുടെയും സ്വാതന്ത്ര്യത്തിന് കാരണം എത്രേ? നിന്റെ സ്തുതി. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എരിഹോ മതിലിന്റെ ചുറ്റും 7 ദിവസം സ്തുതിച്ചുകൊണ്ട് ദൈവമക്കൾ നടന്നു. എനിക്കറിയില്ല എല്ലാ പേരും നടന്നു എന്ന്, പക്ഷേ അന്ന് അവർ സ്തുതിച്ച് നടന്നത് തലമുറയായി ദൈവമക്കൾക്ക് തടസ്സമില്ലാതെ ഈസി ആയിട്ട് ആ വഴിയിലൂടെ നടന്നു പോകാൻ തക്കവണ്ണം എരിഹോ മതിലിനെ തകർത്തെങ്കിൽ ഇന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിന്റെ സ്തുതി നിനക്ക് മാത്രമല്ല വിടുതൽ, നിന്റെ സ്തുതി അനേകം പേരുടേതായിട്ടുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്നത്രേ. ആമേൻ. ചിലർ വിചാരിക്കുക ആദ്യം എൻ്റെ വിഷയം മാറിയിട്ട് ചെയ്യാം. മേ ബി മറക്കരുത്, ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ ദൈവം പഠിപ്പിച്ച രണ്ടാമത്തെ പാഠം ഇതായിരുന്നു. നീ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല, നീ പലതും ചെയ്തിട്ട് മാറിയില്ല, നിന്റെ ഈ രോഗത്തോടുള്ള നിന്റെ ആയുധം എന്നത് സ്തുതി അത്രേ. നിനക്ക് സ്തുതി എന്ന ആയുധം കൊണ്ട് സ്തുതിക്കാനായി പോരാടുവാനേ കഴിയുമെങ്കിൽ രോഗത്തിന് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല, രോഗം നിന്നെ വിട്ട് മാറുമെന്ന് ദൈവം എന്നോട് പറഞ്ഞു. ഇന്ന് നിങ്ങളോടും ദൈവത്തിന് പറയാനുള്ളത് അതാ, നീ പ്രാർത്ഥിച്ചു, നീ പലതും ചെയ്തിട്ട് മാറാത്ത എന്തെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് വിഷയങ്ങളുള്ളവരെന്ന് കൈ ഉയർത്തോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിഷയങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളെ കാണുന്ന കാര്യം താഴ്ത്തിയിട്ടോളൂ. ഇന്നത്തെ ദൈവത്തിൻ്റെ ദൂതെന്ന് പറയുന്നത്, സ്തുതിക്കുമ്പോൾ ശത്രുവിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ശത്രുവിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും, കാരാഗ്രഹങ്ങൾ സ്വാതന്ത്ര്യപ്പെടും. എരിഹോ മതിലുകൾ ഇടിയും. നിന്റെ വിഷയം മാറണോ? സ്തുതിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയ ആ പാട്ട്, എനിക്ക് ഇങ്ങനത്തെ പാട്ടൊന്നും സാധാരണ തർജ്ജിമ ചെയ്യാനൊന്നും താല്പര്യമുള്ളതല്ല, പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, ഇതാ നിന്റെ വിടുതലിൻ്റെ പാട്ട്, ഇതാ നിന്റെ സൗഖ്യത്തിൻ്റെ പാട്ട്. അങ്ങനെ ഞാൻ തർജ്ജിമ ചെയ്ത ഒരു പാട്ടാണ്. അതിൻ്റെ കോറസ് നമുക്കിന്ന് പഠിക്കാം. സിമ്പിളായിട്ടുള്ള പാട്ടാണ്, പക്ഷേ കൂടെ പാടാൻ നിങ്ങൾ ശ്രമിക്കുക.
അതിൻ്റെ കോറസ് ഇങ്ങനെ, സ്തുതി ചെയ് കർത്തരേ മനമേ, സ്തുതി ചെയ് കർത്തരേ മനമേ, സ്തുതി ചെയ്. ഒന്ന് പാടാമോ? സ്തുതി ചെയ് കർത്തരേ മനമേ, സ്തുതി ചെയ് കർത്തരേ മനമേ, സ്തുതി ചെയ്. ഇതില് സൗഖ്യത്തെ പറ്റിയൊന്നും പറയുന്നില്ല, ഇതിനകത്ത് വിടുതലിനെ പറ്റി പറയുന്നില്ല, ഫുള്ള് സ്തുതിയേ ഉള്ളൂ. എന്ന് കോപ്പറേറ്റ് ചെയ്താലും പറ്റും. അതാ ദൈവത്തിൻ്റെ ദൂത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാൻ റെഡി ആയിട്ടുള്ളവരുണ്ടോ? സ്തുതിക്കാൻ റെഡി ആയിട്ടുള്ളവരുണ്ടോ? ഇന്ന് സ്തുതിച്ചേ പറ്റത്തുള്ള ദൈവമക്കളെ. യെസ്, സ്തുതിച്ചേ പറ്റത്തുള്ളൂ. സ്തുതി കൊടുക്കുന്ന കരമടിച്ച് സ്തുതി കൊടുക്കുക. നമ്മൾ ആ ദൈവത്തെ ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുന്ന സമയം. ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ. റിപ്പീറ്റ് ചെയ്യാം. ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ. ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ. ഓ ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ. സ്തുതിക്കാൻ കഴിയുന്ന ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ. താഴ്വരയിൽ സ്തുതിക്കും, പർവ്വതത്തിൽ സ്തുതിക്കും, ഉറപ്പുള്ളപ്പോൾ സ്തുതിക്കും, സംശയത്തിലും സ്തുതിക്കും. ചേർന്ന് താഴ്വരയിൽ സ്തുതിക്കും, പർവ്വതത്തിൽ സ്തുതിക്കും, ഉറപ്പുള്ളപ്പോൾ സ്തുതിക്കും, സംശയത്തിലും സ്തുതിക്കും. എന്നിൽ ജീവനുള്ള നാളെല്ലാം സ്തുതി ചെയ് കർത്തരേ മനമേ, സ്തുതി ചെയ് കർത്തരേ മനമേ, സ്തുതി ചെയ്. എല്ലാരും കൂടെ വന്നില്ല, ഇത്രയേ ഉള്ളൂ. സ്തുതി ചെയ് കർത്തരേ മനമേ, സ്തുതി ചെയ് കർത്തരേ മനമേ, സ്തുതി. നിങ്ങൾ പാടാമോ? റെഡി, 1 2 3. സ്തുതി ചെയ് കർത്തരേ മനമേ, സ്തുതി ചെയ് കർത്തരേ മനമേ, സ്തുതി ചെയ്. ചേർന്ന് ഞാൻ മിണ്ടാതിരിക്കില്ലെൻ ദൈവം ജീവിക്കുന്നു, എങ്ങനെ ഞാൻ മറയ്ക്കും? ഞാൻ മിണ്ടാതിരിക്കില്ലെൻ ദൈവം ജീവിക്കുന്നു, എങ്ങനെ ഞാൻ മറയ്ക്കും? ഇതിനകത്ത് മിണ്ടാതിരിക്കുന്നെങ്കിൽ എനിക്ക് സംശയമുണ്ട്, ദൈവം ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളവരാണ് ഇതിനകത്തിരിക്കുന്നത്. ദൈവം ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുന്നത് സ്തുതിച്ചേ. മിണ്ടാതിരിക്കാതെ പാടാൻ പറ്റുന്നവരുണ്ടോ? ഞാൻ മിണ്ടാതിരിക്കില്ലെൻ ദൈവം ജീവിക്കുന്നു, എങ്ങനെ ഞാൻ മറയ്ക്കും? ഞാൻ മിണ്ടാതിരിക്കില്ലെൻ ദൈവം ജീവിക്കുന്നു, എങ്ങനെ ഞാൻ മറയ്ക്കും? ഓക്കെ, പഠിച്ചു. ഇനി നമ്മൾ നൃത്തം ചെയ്ത് സ്തുതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്തുതി എന്ന് പറഞ്ഞു പോരാ, എല്ലാവരും ആർക്കണം സ്തുതി ചെയ് കർത്തനെ. അത് ഉറച്ചു തന്നെ പാടണം. താളവും രാഗവും ഒന്നും വേണ്ട. പ്രൈസ് എന്ന് പറഞ്ഞാൽ താളവും രാഗവും ഒന്നുമില്ല. അലറി വിളിച്ചു ദൈവത്തിന് ആർക്കുന്നത് അത്രേ ദൈവത്തിനുള്ള സ്തുതി. ആമേൻ. എരിഹോം അതിന്റെ ചുറ്റും അവർ ആർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് ആർക്കാവോ? സ്തുതി ചെയ് കർത്തനേ മനമേ, സ്തുതി ചെയ്യുന്ന പറയുമ്പോ കൈ ഉയർത്തി ആർക്കണം, ചാടി ആർക്കണം. ചെയ്യാവോ? റെഡി, 1 2 3. സ്തുതി ചെയ് കർത്തനേ മനമേ, സ്തുതി ചെയ്. യെസ്, എല്ലാവരും റെഡിയായി. ഇനി നമ്മൾ പാട്ടിന്റെ കൂടെ പാടി അടുത്ത ശുശ്രൂഷകളിലേക്ക് പോവാം. ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച്
Sunday. താഴ്വരയിൽ സ്തുതിക്കും, പർവ്വതത്തിൽ സ്തുതിക്കും, ഉറപ്പുള്ളപ്പോൾ സ്തുതിക്കും, സംശയത്തിലും സ്തുതിക്കും. താഴ്വരയിൽ സ്തുതിക്കും, പർവ്വതത്തിൽ സ്തുതിക്കും, ഉറപ്പുള്ളപ്പോൾ സ്തുതിക്കും, സംശയത്തിലും സ്തുതിക്കും. എന്നിൽ ജീവനുള്ള നാളെല്ലാം സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യും. ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും, എങ്ങനെ ഞാൻ മറക്കും. ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും, എങ്ങനെ ഞാൻ മറക്കും. ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും, എങ്ങനെ ഞാൻ മറക്കും. മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും, എങ്ങനെ. മിണ്ടാതിരിക്കരുത്, ചേർന്ന്. ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും, എങ്ങനെ ഞാൻ മറക്കും. മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും, എങ്ങനെ ഞാൻ മറക്കും. സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യ. ശക്തിയോടെ കരങ്ങളെ ചേർത്തടച്ച ദൈവത്തിന് സ്തുതി കൊടുക്കാമോ? പറ എത്രത്തോളം ഉച്ചത്തിൽ ആർത്തുകൊണ്ട്. താങ്ക് യു ലോർഡ്. യെസ്, പറ അല്പസമയം. യെസ്, യേശുവിനെ ആർത്താട്ടെ. യേശുവേ സ്തുതിക്കുന്നു അപ്പാ. I praise you Jesus.